രാധേ കൃഷ്ണ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സുഹൃതികളായ എല്ലാ പുണ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം. 2025 ജൂൺ 22 തീയതി അഥവാ മിഥുനം 8 തീയതി ഞായറാഴ്ച, ആഷാഢമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി യോഗിനി ഏകാദശിയായി അനുഷ്ഠിക്കുമ്പോൾ നമുക്ക് യോഗിനി ഏകാദശിയെക്കുറിച്ച് ഒന്ന് സ്മരിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. പീതാംബരം കരവിരാജിതശങ്കുചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. യത്ര യത്ര മമ ചിത്തപങ്കജം തത്ര തത്ര തവ കോമളം ബഭൂ, യത്ര യത്ര മമ വാക്പ്രകാശതേ തത്ര തത്ര തവ നാമസന്തതി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ആഷാഢമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി യോഗിനി ഏകാദശിയായി അറിയപ്പെടുന്നു. കലണ്ടറിലൊക്കെ ജൂൺ 21 തീയതി ശനിയാഴ്ച ഏകാദശി എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് കാണാം. പലർക്കും സംശയം ഉണ്ട്. അപ്പോൾ ജൂൺ 21 തീയതി രാവിലെ 7:18 ഏകാദശി തിഥി ആരംഭിക്കുന്നത്. 22 തീയതി വെളുപ്പിനെ 4:27 വരെയാണ് ഏകാദശി തിഥി ഉള്ളത്. അതിനാൽ ഏകാദശി തിഥി നാഴിക കുറവാണെങ്കിലും ദ്വാദശിയോട് ചേർന്ന് വരുന്ന ഏകാദശിയാണ് വൈഷ്ണവര് ആചരിക്കുന്ന. ഇത് ഞായറാഴ്ച 22 തീയതിയാണ് വ്രതാനുഷ്ഠാനത്തിനായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ജൂൺ 21 തീയതി എന്ന് കലണ്ടറിൽ കണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്നവരോട് ഏകാദശി തിഥി ആരംഭിക്കുന്ന സമയം നോക്കുക. 7:18 അപ്പം അന്ന് സൂര്യോദയത്തിലും അരുണോദയത്തിലും ഒക്കെ ദശമിയുണ്ട്. ദശമിയോടുകൂടി ചേർന്ന ഏകാദശി നമ്മൾ എടുക്കാറില്ല എന്നുള്ള ഒരു സംഗതി ഉള്ളത് കൊണ്ടാണ് ജൂൺ 22 ഞായറാഴ്ചയാണ് വ്രതാനുഷ്ഠാനത്തിനായിട്ട് എടുക്കേണ്ടത്. ഹരിവാസരം 21 തീയതി രാത്രി 9 മണി മുതൽ 41 വരെയാണ് ആരംഭിച്ച് പിറ്റേ ദിവസം 9:41 രാവിലെ വരെ ഹരിവാസര സമയമാണ്. പാരണ 23 തീയതി രാവിലെ 6 മണി മുതൽ 9:30 വരെയുള്ള സമയത്ത് പാരണ വിടാം. എല്ലാ ഏകാദശി ആചരിക്കുന്നത് പോലെ തന്നെയാണ് ഈ ഏകാദശിയും അനുഷ്ഠിക്കേണ്ടത്. ഹരിവാസര സമയത്ത് കൂടുതൽ ഈശ്വര ചിന്തയോടുകൂടി ഇരിക്കാനായിട്ട് ശ്രമിക്കുക. വിഷ്ണു ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നവർ പോവുക. തുളസി മാലയൊക്കെ ഭഗവാന് ചാർത്താൻ സാധിച്ചാൽ അത് വളരെ വിശേഷമാണ്. അതുപോലെ തുളസീദളം, തൃക്കൈവെണ്ണ ഒക്കെ കൊടുത്ത് ധാരാളം ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷര മന്ത്രം, ഓം നമോ നാരായണ എന്ന മന്ത്രം, അതുപോലെ ഭഗവത്ഗീതയോ ഭാഗവതോ നാരായണീയമോ അങ്ങനെ ഈശ്വര ചിന്തയോടുകൂടി ഇതിൽ സമയം ഇരിക്കാനുള്ള ഒരു സന്ദർഭം, ഭഗവാന്റെയും മഹാലക്ഷ്മിയുടെയും കടാക്ഷം കൂടുതൽ അനുഭവിക്കുന്ന സുദിനങ്ങൾ. എല്ലാ ഏകാദശിയും പറയുമ്പോൾ നമ്മൾ ആ ഒരു വ്രതകഥ പറയാറുണ്ട്. ആ പാരണ സമയത്ത് നമ്മൾ ആ വ്രതകഥ കൂടി അനുസ്മരിച്ചാൽ വളരെ വിശേഷമായി പറയപ്പെടുന്നു. അപ്പോൾ വ്രതകഥ, ശിവഭക്തപരായണനായി വൈശ്രവണൻ്റെ മറ്റൊരു പേരാണ് കുബേരൻ, ധനത്തിൻ്റെ അധിപൻ അല്ലേ. അങ്ങനെ മഹാദേവനെ നന്നായി ഉപാസന ചെയ്തിട്ടാണ് കുബേരൻ ധനത്തിൻ്റെ അധിപനായിട്ട് മാറിയത്. അങ്ങനെ കുബേരൻ എന്നും ധാരാളം പൂക്കൾ കൊണ്ട് ഭഗവാനെ അർച്ചന ചെയ്യുമായിരുന്നു, ശിവാർച്ചന ചെയ്ത് സന്തോഷിപ്പിക്കുമായിരുന്നു. കുബേരന് ഈ പുഷ്പങ്ങൾ, അർച്ചനയ്ക്കുള്ള ദ്രവ്യങ്ങളൊക്കെ കൊടുത്തിരുന്നത് ഹേമമാലി എന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഭൃത്യനായിരുന്നു. അങ്ങനെ
എന്നും കൃത്യസമയത്തിന് പൂക്കളും പിന്നെ പൂജയ്ക്കുള്ളതായ മറ്റ് സാധനങ്ങളും ഒക്കെ എത്തിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ഒരു ദിവസം ഹേമമാലി പൂക്കളൊക്കെ പറിച്ചെങ്കിലും പക്ഷേ ഇനി സമയമുണ്ടല്ലോ, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പൂക്കളും കൊണ്ട് വൈശ്രവണൻ്റെ അടുത്ത് പോകാം എന്ന് വിചാരിച്ച് പൂക്കളും മാലയും ഒക്കെ ആയിട്ട് തൻ്റെ ഭവനത്തിലേക്ക് പോവുകയും ഭാര്യയോടൊപ്പം, വിശാലാക്ഷി എന്നാണ് ഹേമമാലിനിയുടെ ഭാര്യയുടെ പേര്, അങ്ങനെ വിശാലാക്ഷിയുമായി കുറേ സമയം ചെലവഴിച്ചു. നേരം പോയത് അറിഞ്ഞില്ല. പൂക്കൾ എത്തേണ്ട സമയമായിട്ടും പൂക്കൾ കാണാതെ കുബേരൻ വിഷമിക്കുന്നു. ഇപ്പോൾ പൂക്കൾ വരും വരും എന്ന് വെച്ച് നോക്കിയിരുന്നു. പൂജയ്ക്കൊക്കെ ആണെങ്കിൽ എല്ലാത്തിനും നമുക്കൊരു സമയനിഷ്ഠ ആവശ്യമാണ്. അതുപോലെ ഇവിടെ സമയമായിട്ടും പൂക്കൾ എത്താത്തപ്പോൾ കുബേരന് വല്ലാത്ത വിഷമമായി. ഭൃത്യന്മാരോട്, അവിടെയുള്ള യക്ഷന്മാരോടൊക്കെ ചോദിച്ചു, എന്തേ ഹേമമാലി വരാൻ താമസിക്കുന്നു, പൂക്കൾ എത്തിയില്ലല്ലോ, ഇനി എന്തെങ്കിലും ആപത്തിലാണോ അല്ലെ വല്ല അസുഖമൊക്കെ ആണോ അതെന്ന് അന്വേഷിക്കാൻ പറയുന്നു. യക്ഷന്മാർ ചെല്ലുമ്പോൾ ഇതാ അവിടെ പത്നിയോടൊപ്പം സമയം ചെലവഴിക്കുന്നതാണ് കാണാൻ സാധിക്കുക. ഏതായാലും ഭൃത്യന്മാർ പറഞ്ഞു, എത്രയും വേഗം കൂട്ടിക്കൊണ്ടുവരാൻ യജമാനൻ പറഞ്ഞു എന്ന് പറഞ്ഞ് അങ്ങനെ ഹേമമാലിയെ ഭൃത്യന്മാരെ കുബേരൻ്റെ അടുത്ത് എത്തിക്കുന്നു. അപ്പോൾ പറഞ്ഞു, നീ ശിവനിന്ദ ചെയ്തു. പൂക്കള സമയത്തിന് കിട്ടാത്തതുകൊണ്ട് എനിക്ക് പൂജ കൃത്യസമയത്ത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നീ ശിവനോട് അനാദരവ് ചെയ്തു. നീ കുഷ്ഠം പിടിപെട്ട് ഭാര്യയുമായി വേർപെട്ട് കഴിയാൻ സാധിക്കട്ടെ. നിനക്കൊരിക്കലും ഇനിയും പഴയ ഹേമമാലി ആവാൻ സാധിക്കില്ല. ശിവനിന്ദ ചെയ്തു, ശിവനോടുള്ള അപരാധം ഒരിക്കലും ഭഗവാൻ പൊറുക്കില്ല എന്നൊക്കെ പറഞ്ഞ് കുഷ്ഠരോഗം പിടിപെടട്ടെ എന്ന് ഹേമമാലിനെ കുബേരൻ ശപിക്കുന്നു. നിമിഷങ്ങൾക്കകം അദ്ദേഹം ഇതാ കുഷ്ഠരോഗം പിടിപെട്ടു. ഭാര്യയുമായി വേർപിരിഞ്ഞ് അങ്ങനെ കാടുകളും നാടുകളും പട്ടണങ്ങളും ഒക്കെ താണ്ടി അങ്ങനെ വളരെ കാലം കഴിക്കുന്നു. പക്ഷേ എന്തോ ശിവ ആരാധനയ്ക്കുള്ള പൂക്കൾ നിത്യവും പറിച്ചു കൊടുത്ത ഒരു സംസ്കാരമുള്ളത് കൊണ്ടാണോ എന്നറിയില്ല, അദ്ദേഹത്തിന് ആ ശിവപൂജ പ്രഭാവം കൊണ്ട് ഓർമ്മ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടില്ല. താനിങ്ങനെ കുഷ്ഠരോഗം പിടിപെടാൻ കാരണം ശിവാരാധനയ്ക്ക് പൂക്കൾ കൊണ്ട് എത്തിക്കാൻ വൈകിയതാണ് എന്നുള്ള ഒരു ഓർമ്മ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായി. അല്പം പശ്ചാത്താപം, അല്ലെ താൻ ചെയ്തത് തെറ്റായി എന്ന് അദ്ദേഹത്തിന് ഓർമ്മ വരികയും ചെയ്തു. അങ്ങനെ നടന്ന് നീങ്ങുമ്പോൾ ഒരു ദിവസം ഇതാ ബ്രഹ്മാവിനൊപ്പം ആയസ്സുള്ള ത്രികാലജ്ഞനും ചിരഞ്ജീവിയും പുരാണാചാര്യനുമായ മൃഗണ്ഡപുത്രനായ മാർക്കണ്ഡേയ മഹർഷിയെ കാണുന്നു. അങ്ങനെ മാർക്കണ്ഡേയ മഹർഷി പറഞ്ഞു, നീ ചെയ്ത തെറ്റിൽ നിന്ന് നിനക്കൊരു മോചനത്തിനായിട്ട് ആഷാഢമാസത്തിലെ കൃഷ്ണപക്ഷ യോഗിനി ഏകാദശി എന്നറിയപ്പെടും, അത് വിധിയാംവണ്ണം ആചരിക്കുക. അതിൻ്റെ അനുഷ്ഠാനത്തിൻ്റെ ഫലമായിട്ട് നീ ചെയ്ത തെറ്റിൻ്റെ പാപമോചനം ഉണ്ടാകും. എന്നിട്ട് അത് അനുഷ്ഠിക്കേണ്ട വിധങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ദ്വാദശി ദിവസം എണ്ണ ദാനം ചെയ്തു കഴിഞ്ഞാൽ ആരോഗ്യം വീണ്ടുകിട്ടും. അതുപോലെ വസ്ത്രം ദാനം ചെയ്താൽ പ്രശസ്തി. അതുപോലെ ആയസ്സിന് വേണ്ടി പശുദാനം. ഇന്ന് പശുദാനം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു തുക സങ്കല്പിച്ച് പശുദാനമായിട്ട് വെക്കുകയാണ്. പണ്ട് കാലത്ത് പശുവിനെയും പശുക്കുട്ടിയോടുകൂടിയുള്ള ദാനം. അപ്പോൾ മനഃശാന്തിക്ക് വേണ്ടി സ്വർണം ദാനം ചെയ്യുക, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഏതായാലും ഏകാദശി വിധിയാംവണ്ണം അനുഷ്ഠിച്ച് ദ്വാദശി പാരണ വേടുക. അങ്ങനെ ആവുമ്പോൾ 88,000 ബ്രാഹ്മണരെ ഊട്ടിയ ഫലം. ഈ ഒരു ആഷാഢമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി കൃത്യനിഷ്ഠയോടെ വിധിയാംവണ്ണം ശ്രദ്ധാഭക്തിയോടെ അനുഷ്ഠിച്ചു കഴിയുമ്പോൾ 88,000 ബ്രാഹ്മണരെ ഊട്ടിയ ഫലം കിട്ടും എന്നും നാരദൻ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ മാർക്കണ്ഡേയ മഹർഷി പറഞ്ഞു കൊടുക്കുന്നു. മാർക്കണ്ഡേയ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം വിധിയാംവണ്ണം അനുഷ്ഠിച്ച് യോഗിനി ഏകാദശി നോറ്റ് ദ്വാദശി പാരണ വീടല സമയത്ത് ഭഗവാനെ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ വ്രതാനുഷ്ഠാനത്തിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നെങ്കിൽ ക്ഷമിക്കണേ എന്നൊക്കെ പ്രാർത്ഥനയോടുകൂടി വിധിയാംവണ്ണം ആചരിച്ചപ്പോൾ അദ്ദേഹത്തിന് കുഷ്ഠരോഗമൊക്കെ മാറി പൂർവാവസ്ഥയെ പ്രാപിക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ വൈശ്രവണ ഭക്തനായ ഹേമമാലിയുടെ കുഷ്ഠരോഗം മാറി എന്ന് പറയുമ്പോൾ ശാരീരികവും മാനസികവുമായ എല്ലാവിധ രോഗപീഠകൾക്കും മനസ്സിന് ശാന്തിയും സമാധാനവും ഒക്കെ കിട്ടാൻ, അഥവാ അന്ധകരണ ശുദ്ധി
പഞ്ചേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും മനസ്സുമൊക്കെ ശുദ്ധീകരിച്ച് സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാനെ അനുഭവിക്കുവാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. അവരവരുടെ ആരോഗ്യത്തിനും സാഹചര്യത്തിനുമൊക്കെ അനുസരിച്ച് വ്രതാനുഷ്ഠാനങ്ങൾ നടത്തി ഭഗവാന്റെ അനുഗ്രഹത്തിന് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ വാക്കുകളും പിന്നെ ഗുരുവായൂരപ്പൻ്റെ തൃച്ചേവടികളിൽ തുളസി പൂക്കളായി സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധികൽപന വാ പ്രകൃതിയോ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.